ചങ്ങായിമാർ നമ്മളെ റഹീം ഉണ്ടല്ല വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നേല് നമ്മളെ കേരളത്തിലെ സംഖ്യയിലിട്ടില്ല സംഖ്യക്ക് വല്ലാതെ അങ്ങ് കുരുപൊട്ടിട്ടുള്ളേ. സംഖ്യകൾ എന്താ ചോദിക്കുന്നതെന്നറിയാം, ഈ വധക്കേസിലെ പ്രതിക്ക് കേരളം ഇത്രമാത്രം സ്വീകരണം കൊടുക്കേണ്ട എന്താവശ്യമുള്ളതാണ് സംഖ്യകൾ ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സംഖ്യയോടും എല്ലാവരോടും പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ കേരളം സ്വീകരണം കൊടുത്തത് റഹീം എന്ന കൊലപാതകയ്ക്കല്ല, മലയാളിയിലെ ജാതിയും മതവും ഒന്നും നോക്കാതെ സ്നേഹിക്കുന്ന മലയാളി, ആ മലയാളിയുടെ ഒത്തൊരുമക്കാണ് മലയാളി ഉണ്ടല്ല സ്വീകരണം കൊടുത്തത്. അതായത് റഹീമിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു വഴി ഉണ്ടായിരുന്നു, ആ വഴിയിലേക്കുണ്ടല്ല മലയാളികൾ ജാതിയും മതവും നോക്കാതെ ഒരുമിച്ച് നിന്ന് ആ വഴി കണ്ടെത്തി റഹീമിനെ തിരിച്ചു കൊണ്ടുവന്ന് ആ ഒത്തൊരുമക്കാണ് മലയാളി ഉണ്ടല്ല സ്വീകരണം കൊടുത്തത്. പക്ഷെ എന്താ ചെയ്യാ, നമ്മുടെ നാട്ടിലെ സംഖ്യക്ക് അതൊന്നും പിടിച്ചിട്ടില്ല. സംഖ്യകൾ ഇങ്ങനെ കൂരു പൊട്ടി പൊട്ടി ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഒരു ചാണക ക്രിസംഗിയുണ്ട് ഇസ്രായേലിൽ നിന്ന്, എപ്പോഴും പച്ച വർഗീയത മാത്രം പറഞ്ഞ സുജിത് വർഗീസ് ജോൺ എന്ന ഒരു ക്രിസംഗി. ആ ക്രിസംഗി പറഞ്ഞ വൃത്തികേട് കേൾക്കാം, അതിനുശേഷം ആ ക്രിസംഗിക്കുള്ള മനോഹരമായ മറുപടിയും കേൾക്കാം. എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വലിയൊരു 20 വർഷമാണ് പിന്നിട്ടത്. സ്വീകരണം കണ്ടാത്തൊന്നും രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്ന വരവാണെന്ന്. എടാ, ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന വരവാ. ഒരു സർക്കാർ ജോലിയൂടെ മേടിച്ചു കൊടുക്ക്, കയ്യിൽ കാശൊന്നും കാണൂല, മുമ്പോട്ടിനി ജീവിക്കണ്ടേ. ഇവന്റെ പ്രശ്നം ആ കുഞ്ഞിനെ കൊന്നതോ സ്വീകരണം കൊടുത്തതോ എന്നല്ല, അയാളുടെ പേരുണ്ടല്ല റഹീം എന്നുള്ളതാണ്. അയാൾ ഒരു മുസ്ലിം ആണെന്നുള്ളതാണ് ഈ ചാണക ക്രിസംഗിയില്ലേ ഇവന്റെ പ്രശ്നം. അതായത് ഇവന്റെ വീഡിയോ ഒരിക്കലെങ്കിലും കണ്ടവർക്ക് മനസ്സിലാവും ഇവനുണ്ടല്ല മുസ്ലിങ്ങളോട് എത്രമാത്രം വെറുപ്പാണെന്ന് ഇവന്റെ വീഡിയോ ഒരിക്കലും കണ്ടാക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ പരനാറ് ഇസ്രായേലിലെ ബങ്കർ ചെയ്യുന്നുണ്ടല്ല എപ്പോഴും മുസ്ലിംക്കെതിരെ ഇമാതിരി വർത്താനം പറയുന്നത്. അതായത് മുസ്ലിങ്ങൾക്കെതിരെ ചൊറിയാനല്ലാതെ ഈ പരനാരുടെ വായ ഉണ്ടല്ല വായ ഒരിക്കലും തുറക്കാറില്ല. എന്തായാലും ഇവനുണ്ടല്ല നല്ല മറുപടി, ഞാൻ കൊടുക്കുന്നതിനെക്കാട്ടി നല്ല മറുപടി ഉണ്ടല്ല നമ്മളെ ട്രെൻഡ് മോജോ ഷിനു ഇല്ലേ, ഷിനു കൊടുത്തിട്ടുണ്ട്. ഷിനു കൊടുത്ത മനോഹരമായ മറുപടി ഉണ്ടല്ല, ആ മറുപടി ഒന്ന് കേട്ടിട്ട് വന്നാലോ. സ്വീകരണം കണ്ടാത്തൊന്നും രാജ്യത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്തിട്ട് വരുന്ന വരവാണെന്ന്. എടാ, ഒരു കൊച്ചിനെ കൊന്നിട്ട്, അതും ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ കൊന്നിട്ട് 20 വർഷം ജയിലിൽ കിടന്നിട്ട് വരുന്ന വരവാ. ഒരു സർക്കാർ ജോലിയൂടെ മേടിച്ചു കൊടുക്ക്, കയ്യിൽ കാശൊന്നും കാണൂല, മുമ്പോട്ടിനി ജീവിക്കണ്ടേ. ഇതേതാടാ പുതിയൊരു പാഠം? എന്താണെങ്കിലും വേണം എന്നോട് കാര്യം പറയാം. റഹീമിന് ജീവിക്കണമെങ്കിൽ ഇനിയിപ്പോൾ നീ പൈസ കൊടുക്കണമെങ്കിൽ സർക്കാർ ജോലിന്റെ കാര്യമൊന്നുമില്ല. അതായത് 10-36 കോടി കൊടുത്തിട്ടാണ് അവിടുന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. 20 വർഷം അവിടെ ജയിലിൽ കിടക്കുകയും ചെയ്തു. ഇനി അത് മാത്രമല്ല, കൂടുതൽ കിട്ടിയിട്ടുള്ള കുറച്ച് കോടികൾ കയ്യിലുണ്ട്. ആ കോടി വെച്ചിട്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ ഉപജീവന മാർഗ്ഗമൊക്കെ ഉണ്ടാക്കിക്കോളൂ. അല്ലെങ്കിൽ കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനതയിലിട എന്തെങ്കിലുമൊക്കെ ജോലി കൊടുത്തോളൂ. ഇനി ബാക്കിയുള്ള പൈസ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും കൊടുത്തോളാന്നും ആ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. നിന്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ ഏതോ ഇസ്രായേൽ അപ്പി വാരി അതൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ആ അപ്പിയൊക്കെ വാരി അത് തിന്നുമ്പം കിട്ടുന്ന ഇത്തരത്തിലുള്ള ചിന്തകളിൽ നീയൊക്കെ ജീവിച്ച് ചത്ത് മലയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടാ. നല്ലൊരു കൊണ്ടനാന്നും കൂടെ മനസ്സിലായി. അവന്റെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവനെ പോലത്തെ ക്രിസംഖ്യക്ക് ഇതിലും നല്ല മറുപടി ഉണ്ടല്ല, ഇതിലും നല്ല മറുപടി വേറെ കിട്ടാനില്ല. ഇനി ഞാൻ നിങ്ങട്ടില്ല വേറൊരു വിഷത്തിന്റെ അതിമനോഹരമായ കുരുവട്ടിൽ കാണിച്ചു കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ എല്ലാമായ നമ്മൾ വിശകലമാടത്തിന്റെ അതിമനോഹരമായ ഒരു കുരുവട്ടിൽ കണ്ടിട്ട് വന്നാലോ. നമ്മളെ വിശകലമാടം പറഞ്ഞുള്ളത് വീരാരാധനയാകാം, പക്ഷേ ഒരു കൊലക്കേസ് പ്രതിയെ, അത് ഒരു ഭിന്നശേഷിക്കാരൻ ബാലനെ കൊന്ന കേസിൽ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ഒരു പ്രതിയെ നമുക്കേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല. ഇത് കേരളമല്ലേ? ഇങ്ങനെയാണ് നമ്മൾ വിശകലമാടം മനോഹരമായിട്ട് കുരുപൊട്ടിയത്. ഞാനൊരു കാര്യം ചെയ്യും, ഇതിനും തൽക്കാലം ഞാൻ മറുപടി പറയുന്നില്ല. കാരണം ഇതിനുണ്ടല്ല മനോഹരമായ മറുപടി നമ്മൾ അൻസാരി ഉസ്താദ് കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായ മറുപടി. ആ മറുപടി ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ മറുപടി ഒന്ന് കേട്ടോളൂ. എന്റെ പടച്ചോന്, ഒരു മനുഷ്യനിൽ ഇത്രത്തോളം വിഷം ഉണ്ടാവുമോ? ഇതിന്റെ ഒന്നും അരികത്തുകൂടി പോലെ വിഷം തീറ്റി നമ്മൾ മരിച്ചു പോകും. ഇത് പൊട്ടിത്തെറിക്കുന്ന അംശമാണ്. ഈ വിഷം ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറിയേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളക്കാരെ ഒട്ടാകെ സന്തോഷിക്കാൻ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും. റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കയ്യബദ്ധം പറ്റിയാണ്, മനഃപൂർവ്വം അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയാണ്, ഒരു കുട്ടി ഭിന്നശേഷിക്കാനായ ഒരു കുട്ടി മരിക്കാനിടയായി. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ അതിനുവേണ്ടി അർപ്പിക്കേണ്ടി വന്നു. ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം 20 കൊല്ലക്കാലം അദ്ദേഹം ജയിലിൽ കടന്നു. അതായത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന പലതും അദ്ദേഹം കണ്ടിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം ഇക്കാലം അത്രയും അദ്ദേഹം കാരാഗ്രഹത്തിലായിരുന്നു. ആ മനുഷ്യൻ തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ വയോവൃദ്ധയായ മാതാവ് കണ്ണീരോടുകൂടി, പ്രാർത്ഥനയോടുകൂടിയും അപേക്ഷയോടും കാത്തിരിക്കാൻ. ആ മനുഷ്യൻ ജയിൽ മോചിതനാകുമ്പോൾ കേരളക്കര ഒട്ടാകെ സന്തോഷത്തിലാണ്. അപ്പോൾ വിശപ്പാമ്പിൽ ഒന്ന് പറയാണ്, കേരളക്കരങ്ങനെ ആഘോഷിക്കുന്ന കാര്യമുണ്ട്, കൊലയാളിയല്ലേ? ഓ, പൂവിനെയും വണ്ടിനെയും തേനെയും മാത്രം സ്നേഹിച്ച ഒരു ജന്മം. എത്ര മാനവികമാണെന്നറിയാം അവരുടെ സ്നേഹം. ദുബായ് ചെക്ക് കേസിൽ വെള്ളാപ്പയുടെ മോൾ തുഷാർ വെള്ളാപ്പള്ളി കിടന്നപ്പം യൂസ്ഫലി ഇറക്കാൻ പോയല്ലോ. അന്ന് നിങ്ങൾക്ക് എന്തിനാണ് കുറ്റവാളി ഇറക്കുന്നത് നിങ്ങൾക്ക് തോന്നൽ വന്നില്ലേ? ഫഹദ് എന്ന് പറയുന്ന 9 വയസ്സുള്ള പൊന്നുമോനെ കഴുത്തറുത്ത് മദ്രസ പോകുമ്പോൾ കഴുത്തറുത്താകുന്നത്. ആ കൊലയാളിക്കെതിരെ നിങ്ങൾ വല്ലതും പറഞ്ഞിരുന്ന? അത് വിദേശത്തല്ല, സ്വദേശത്തായിരുന്നു. ജുനൈദ് എന്ന് പറയുന്ന പൊന്നുമോൻ ഇതുപോലൊരു പെരുന്നാൾ വസ്ത്രം എടുക്കാൻ വേണ്ടി പോയപ്പോൾ
ആ പാവപ്പെട്ട ചെറുക്കനെ ട്രെയിൻ വെച്ച് തല്ലിക്കൊന്നപ്പോൾ നിങ്ങൾക്ക് കൊല്ലാൻ പറയാൻ തോന്നിയ എന്തിനേറെ ഇന്ന് വരെ ഹെൽമെറ്റ് വെക്കാത്തതിന്റെ പേരിൽ 500 രൂപ പെറ്റി പോലും അടച്ചിട്ടില്ലാത്ത റിയാസ് മൗലവി, അദ്ദേഹത്തിന്റെ വിധവയുടെ കണ്ണീര് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യ സ്ത്രീ തന്നെയല്ലേ? ഒന്നും ചെയ്യാതൊരു പാവം പള്ളി കിടന്നു തുടങ്ങി, അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അയാൾ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ, ആരും ദ്രോഹിച്ചിട്ടില്ലല്ലോ. ആ പാവപ്പെട്ട മനുഷ്യനെ പള്ളിയിൽ കയറി കഴുത്തറത്ത് കൊന്നിട്ട് അതിന്റെ പ്രതികൾ നിർലോഭം ഇറങ്ങിയല്ലോ, ഉപാധികളില്ലാതെ ജാമ്യം അവർക്ക് കിട്ടിയല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനവികത. ആ സ്ത്രീ എന്ന് റിയാസ് മൗലവി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ കുട്ടി ജനിക്കുമ്പോൾ വാപ്പാനെ കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് അതിനകത്ത് വേദന ഒന്നും ഉണ്ടായില്ലേ? സ്ത്രീ നിങ്ങൾക്ക് നാണോ ഇല്ലെന്ന് ചോദിക്കാൻ ഞാൻ ഇങ്ങനത്തെ ഭാഷ പ്രയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് നാണോ മാനോ ഉളുപ്പെന്ന് ഒരു സാധനം ഇല്ല ഇങ്ങനെയൊക്കെ പറയാൻ? നിങ്ങൾ മനുഷ്യ സ്ത്രീ തന്നെയാണോ അതോ മനുഷ്യരൂപം പൂണ്ട വേറെ എന്തോ ജന്മമാണോ? നിങ്ങൾക്ക് ഹൃദയമില്ലേ? മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയുന്നില്ലേ? ഇപ്പൊ നിമിഷപ്രിയ അവര് ഇതുപോലെ അബദ്ധം പറ്റിയതല്ല, മനഃപൂർവ്വം ഒരു മനുഷ്യനെ കൊന്നു. എന്നിട്ടും നമ്മൾ അവരുടെ ജീവൻ രക്ഷിക്കുന്ന ആ ഒരു സാഹചര്യം പല ആളുകൾ ഇടപെട്ടപ്പോഴേക്കും കേരളം ഒട്ടാകെ ആഘോഷം. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യന്റെ ദുർബല സാഹചര്യത്തിൽ അങ്ങനെ പലതും പറ്റും. അതിന് പകരം ഒരു ജീവൻ കൊടുക്കലല്ല, അതിന് പകരം ജീവൻ കൊടുത്താൽ അത് മതിയാവൂല. അതേസമയത്ത് അയാൾ രക്ഷപ്പെടട്ടെ, അയാൾക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നല്ലേ നമ്മളൊക്കെ ചിന്തിച്ചത്. ഇല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും സംഘപരിവാറുകാർ പോലും നിമിഷപ്രിയയുടെ വിഷയത്തിൽ അവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ രക്ഷപ്പെടട്ടെ, ആ കൊല്ലപ്പെട്ടവന് പകരം ഇവരുടെ ജീവൻ കൊടുത്തോണ്ട് കാര്യമില്ലെന്നല്ലേ മലയാളിയുടെ വികാരമല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ ആ അഭിപ്രായം പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്നറിയാം? മുസ്ലിമാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ സ്ത്രീയെ, നിങ്ങളുടെ ഈ ജന്മം പാഴായി പോകും. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് വന്ന് കണ്ടിട്ട്, ഞങ്ങൾ മലയാളികൾക്ക് വലിയ ആഗ്രഹം എന്തെങ്കിലും ഒരു നല്ല വാക്ക്, മനുഷ്യർക്ക് ഗുണമുള്ള ഒരു നല്ല വാക്ക് നിങ്ങളുടെ വായിന്ന് കേട്ടിട്ട് മരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ല നിങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എതിർപ്പൊന്നുള്ളതുകൊണ്ടല്ല. നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു സ്ത്രീയായി പോയത്? ഇവിടെ നിങ്ങൾ അതേ പ്രായമുള്ള എത്ര മനുഷ്യരുണ്ട്. ഈ ശോഭാ സുരേന്ദ്രനൊക്കെ കുറച്ചുകൂടെ എനിക്കൊന്ന് വെച്ചാണെന്ന് തോന്നുന്നു. അവരൊക്കെ ഇങ്ങനെ വിഷം തള്ളുമെങ്കിലും നിങ്ങളത്രയും ഈ കേരള പൊതുസമൂഹത്തിൽ നിങ്ങളത്രയും ഈ വിഷം സ്ഫുരിക്കുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു മനുഷ്യൻ ഇന്ന് കണ്ടില്ല. കേരളക്കാരുടെ ആഘോഷം എന്താണ്? ഈ മനുഷ്യർക്കാർക്ക് ഹൃദയമില്ലാത്തവരാണോ? ഹൃദയമില്ലാത്തത് കൊണ്ടല്ല, അയാൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. അയാൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അയാളുടെ വയോവൃദ്ധ ആരാണ് ആ ഉമ്മാനെ സംരക്ഷിക്കാനുള്ളത്? ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ചിന്തിച്ചു നോക്കി. ആ ഉമ്മാടെ കൈ കൊണ്ട് ഒരിറ്റ് ചോറ് ഇങ്ങനെ വാരി കൊടുക്കുന്ന സമയത്ത്, ആ കഴിക്കുന്ന സമയത്ത് ആ മോന്റെ കണ്ണീരുകൾ കണ്ട. ഇത് പങ്കുവെക്കുന്ന ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മാത്രമല്ലെന്നേ, നാനാജാതി മനുഷ്യർ. എന്തുകൊണ്ടെന്നറിയോ? മനുഷ്യർക്ക് മനുഷ്യരുടെ വികാരം മനസ്സിലാകും. പക്ഷേ മനുഷ്യരൂപമുള്ള മൃഗങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. നോട്ട് ഓൺലി ബട്ട് ആൽസോ. ഇതിനപ്പുറത്തേക്ക് ഒരു മറുപടി ഉണ്ടല്ല. വിശകലക്കും സംഖ്യക്കും ഇനി ആരും കൊടുക്കാനില്ല. ബലാത്സംഗ കേസിലെ പ്രതികൾക്കും കൊലപാതക കേസിലെ പ്രതികൾക്കുണ്ടല്ല സ്വീകരണം കൊടുക്കുന്ന, ജോലി കൊടുക്കുന്ന, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന സംഖ്യയിലാണ് റഹീമിന്റെ മോചനമല്ലേ അത് കണ്ടിട്ട് കുരുപൊട്ടുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത്. അതിനൊക്കെ കാരണം ഉസ്താദ് പറഞ്ഞതുപോലെ റഹീമില്ലേ, റഹീം എന്ന പേരാണ്, ഒരു മുസ്ലിമാണ്, ഈ ചങ്ങായി എന്നുള്ളത് മാത്രമാണ് സംഖ്യക്ക് ഇമാതിരി കുരുപൊട്ടൽ പൊട്ടുന്നത്. അല്ലെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി, ഉത്തരേന്ത്യയിൽ ബലാത്സംഗ കേസിലെ പ്രതികൾക്കെല്ലാം ഈ സംഖ്യകൾ കൊടുക്കുന്ന സ്വീകരണം കണ്ടില്ലേ? അത് മുസ്ലിമിനെ ബലാത്സംഗം ചെയ്തതോ ക്രിസ്ത്യാനിയുടെ ബലാത്സംഗം ചെയ്തതല്ല, ദളിതര പാവപ്പെട്ട ഹിന്ദുക്കളെ ബലാത്സംഗം ചെയ്ത പ്രതികളുണ്ടല്ല, ഉന്നത കുലക്കാരായ പ്രതികൾ. അവർ തിരിച്ചറങ്ങുമ്പോഴാണ് സംഖ്യകൾ അവർക്ക് രാജകീയമായ സ്വീകരണം കൊടുക്കുന്നത്. എന്നിട്ടാണ് ഉളുപ്പവും നാണവും അല്ലാതെ ഇതിനെതിരെ ഈ നാറുകൾ പ്രതികരിക്കുന്നത്. സംഖ്യക്ക് കുരുവോട്ടത്തിന്റെ മെയിൻ കാരണം ഇതുണ്ടല്ല. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. കേരളം ഒത്തൊരുമിച്ചിട്ട് ജാതിയും മതവും ഒന്നും നോക്കാതെ റഹീമിന് വേണ്ടി പണം ഉണ്ടാക്കിയില്ലേ, അതാണ് സംഖ്യക്ക് വല്ലാതെ കുരുപൊട്ടിക്കുന്നത്. മലയാളികളുടെ ഈ ഒത്തൊരുമ, ജാതിയും മതവും നോക്കാതെയുള്ള ഈ ഒത്തൊരുമയുള്ള ഈ ഒത്തൊരുമ എന്ന് സംഖ്യകൾ പേടിച്ചിട്ടുണ്ട്, എന്ന് സംഖ്യകൾ ഭയന്നിട്ടുണ്ട്. അതാണ് സംഖ്യക്ക് ഇമാതിരി കുരുപൊട്ടൽ പൊട്ടുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി സംഖ്യകളെ മൊത്തം കുരുപൊട്ടിച്ചുകൊണ്ട് റഹീമിന് വേണ്ടി ഒരുമിച്ച് നിന്ന മലയാളികൾക്ക്, ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരുമിച്ച് നിന്ന എല്ലാ മലയാളികൾക്കും, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.